24,900 നമ്മൾ എടുത്തിരിക്കും. $63.58 അല്ലേ? 63 ഒന്നുകൂടി നോക്കണേ, ഒന്ന് ചെക്ക് ചെയ്യണം കൂടി. 902 ആയി. 902. കോളിൽ ഒരു പ്രൊഡക്ഷൻ ജനറേറ്റർ ഉണ്ട്, ഞാനത് കോപ്പി ചെയ്തു, ഞാനത് കോളിലേക്ക് വന്നു, ഞാൻ അതിന്റെ കോളിൽ ട്രേഡ് വ്യൂയിലേക്ക് ഞാൻ ഇവിടെ കൊണ്ടുവന്നു എക്സിക്യൂട്ട് ചെയ്യുന്നതിന്. നിങ്ങൾക്ക് കൂടെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതിരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്തു നോക്കട്ടോ. അത് ഞാനിവിടെ കോപ്പി ചെയ്തു പേസ്റ്റ് ചെയ്തു. ഞാൻ അതിവിടെ പേസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ നോക്കി 62 നിന്നാണോ വരുന്നത് ഒരു എവിടെ നിൽക്കുന്നത് 62. ഓക്കെ, നമുക്ക് ജസ്റ്റ് നോക്കാം. 63 ഒക്കെ നമുക്ക് നോക്കാം. ചിലപ്പോൾ താഴേക്ക് വരാട്ടോ, ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് 62 മുതൽ 71 വരെ അല്ലെ, 71 വരെയാണുള്ളത്. ഇനി ഇപ്പൊ ഇവിടെ നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എപ്പോഴാണ് ഇതിന്റെ മാർക്കറ്റിൽ എൻട്രി ചെയ്യേണ്ടത്? ആ മാർക്കറ്റിൽ എൻട്രി ചെയ്യേണ്ടതാണ് വളരെ ഇമ്പോർട്ടന്റ്. മാർക്കറ്റ് ഒരുപക്ഷെ താഴേക്കും മേളിലേക്കും പോകാം. മാർക്കറ്റിൽ എൻട്രി ചെയ്യേണ്ടത് സ്ട്രോങ് ആയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോഴാണ്. 3 മിനിറ്റ്സിന് 5 മിനിറ്റ്സിന് സ്ട്രോങ് ആയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യേണ്ടത്. ഇപ്പൊ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിൽ തന്നെ ഫോം ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം അത് എന്തായിരിക്കും നോക്കാം. നമ്മുടെ പ്രൊഡിക്ഷൻസിലേക്ക് എത്ര ശരിയാവും നമുക്ക് നോക്കാം. യെസ്, നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിൽ ഫസ്റ്റ് പ്രഡിക്ഷൻ ഏകദേശം സക്സസിന്റെ 90% സക്സസിന്റെ ഒക്കെ അടുത്ത് നമ്മൾ കാണാൻ പറ്റും അല്ലെ? ഒരു സന്തോഷം ഉണ്ട് കേട്ടോ. യാ, ഇവിടെ നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിൽ ഏകദേശം നമ്മുടെ പ്രഡിക്ഷൻസിന്റെ ഒരു സക്സസ് വരെ പോയി. അപ്പൊ അവിടെയൊക്കെ സത്യം പറഞ്ഞാല് ഞാൻ ചെയ്യാറില്ല. ചിലപ്പോൾ 73 ഞാൻ എടുത്തത്, 63 ഞാൻ എടുത്തത്. 63 അത് 69 വരെ പോയി. 8 പോയിന്റ്സ് എനിക്ക് എൻ്റെ അടുത്ത് കിട്ടി. ഇനി ഒരു 2 പോയിന്റ്സിന് ഡിഫറൻസ് ഉണ്ടായിരുന്നു 71 എത്താനായിട്ട്, ഈ ഒരു പോയിന്റിലേക്ക് എത്താനായിട്ട്. അപ്പൊ ഞാൻ പലപ്പോഴും ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോഫിറ്റിന്റെ ഒരു 80 പോയിന്റ്സ് ചെറിയ പോയിന്റ് അല്ലേ. 75 × 8 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു ലോട്ട് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ 75 × 8 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 500 സംതിങ് എനിക്ക് കയ്യിലേക്ക് വരും. അപ്പൊ പലപ്പോഴും അല്ല, സോറി, 600 സംതിങ് അതിൽ എന്റെ കയ്യിലേക്ക് വരും. ഒരു കറക്റ്റ് പറഞ്ഞാൽ 600 അല്ലേ. അപ്പോ അതില് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു പോസിബിലിറ്റി ആണ് നമുക്കുള്ളതെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ അവിടെ നിന്ന് തന്നെ സെല് ചെയ്തിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക് ആയിട്ട് കാര്യം. അപ്പോ നമ്മുടെ ഫസ്റ്റ് പ്രഡിക്ഷൻ നമ്മൾ കണ്ടു. ഫസ്റ്റ് പ്രഡിക്ഷൻ നമ്മൾ എടുത്ത വഴി തന്നെ അത് സക്സസിലേക്ക് മൂവ് ചെയ്ത് നമ്മൾ കണ്ടു. നമ്മൾ എടുത്തപ്പോ ഈ ഒരു ഗ്രീൻ ആയിരുന്നില്ല, ഇവിടെ ആയിരുന്നു ഒരു റെഡ് ക്യാൻഡിലാണ് ഫോം ചെയ്തത്. പക്ഷെ അത് പെട്ടെന്ന് ഗ്രീൻ ആയി, ആ ഗ്രീൻ സക്സസിലേക്ക് പോയി. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും സെലൻസ് പ്രൊഡിക്ഷൻസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ. ഇപ്പൊ ഈ ഒരു ലൈവ് നമ്മൾ കൊടുക്കുന്നത് സെലൻസിന്റെ പ്രൊഡിക്ഷൻസ് യൂസ് ചെയ്ത് എങ്ങനെ പ്രൊഡിക്ഷൻസ് ജനറേറ്റ് ചെയ്യാം എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ പലപ്പോഴും നോക്കേണ്ട കാര്യമുണ്ട്. യെസ്, യെസ്, നമ്മുടെ സക്സസ് കണക്ട് ചെയ്ത് മനസ്സിലായോ? അതാണ് ഇപ്പോ നമ്മുടെ ഫസ്റ്റ് പ്രഡിക്ഷൻ സക്സസ് ആയിരിക്കുകയാണ്. ഫസ്റ്റ് പ്രഡിക്ഷൻ, നമ്മുടെ ഫസ്റ്റ് പ്രഡിക്ഷൻ തന്നെ, അതായത് മോർണിംഗിൽ നമ്മൾ എടുത്ത ഫസ്റ്റ് പ്രഡിക്ഷൻ തന്നെ നമ്മുടെ പ്രോപ്പർ ആയിട്ട് നമ്മൾ ടച്ച് ചെയ്തിരിക്കുകയാണ്. നമ്മൾ എവിടെയാണോ പറയുന്നത് അവിടെ നമ്മൾ പ്രോപ്പർ ടച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു എന്തിനാ ലൈവ് കൊടുക്കുന്നത്. എന്താ ലൈവ് കൊടുക്കാനുള്ള കാരണം, ബേസിക്കലി നമ്മളോട് ഒരുപാട് പേര് ഇത് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് പ്രൊഡിക്ഷൻ, എന്താണ് പ്രൊഡിക്ഷൻ ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോ സ്വാഭാവികമായിട്ടും അവരെ ബോധ്യപ്പെടുത്താനായിട്ട്, അല്ലെങ്കിൽ ഒരുപാട് പേര് ട്രേഡ് ചെയ്യാനിരിക്കുന്നവരുണ്ട്. എനിക്കൊന്നും ഇപ്പോ 2-3 പേര് നമ്മുടെ പ്രൊഡിക്ഷൻസ് കാണുന്നുണ്ട്. ആളുകൾ വരുന്നതേ ഉള്ളൂ. ഓക്കെ, എഴുന്നേറ്റ് ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ വരുന്നേ ഉള്ളൂ. മോർണിംഗിൽ തന്നെ നമുക്ക് കിട്ടിയ പോയിന്റ് എന്ന് പറയുന്ന ഒരു 8 പോയിന്റ്സിന്റെ 10 പോയിന്റ്സിന്റെ ഒരു നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി
അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സെലൻസ് പ്രഡിക്ഷൻസ് യൂസ് ചെയ്ത് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ ഈ ഒരു പ്രഡിക്ഷൻ ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു പ്രഡിക്ഷൻ തന്നെ വളരെ സിമ്പിൾ ആണ്. ഇവിടെയാണ് നമ്മൾ ആ പ്രഡിക്ഷൻ ജനറേറ്റ് ചെയ്തത് അല്ലെ, ഇതാണ് നമ്മൾ ആ പ്രഡിക്ഷൻ ജനറേറ്റ് ചെയ്തത്. ഈ പ്രഡിക്ഷൻ നമ്മൾ ജനറേറ്റ് ചെയ്തു. ഈ പ്രഡിക്ഷൻ ജനറേറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു പ്രൊഡിക്ഷൻ ജനറേറ്റ് ചെയ്തു. നമ്മൾ ഈ പ്രൊഡിക്ഷൻ ജനറേറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ അതിനെ പ്രോപ്പറായിട്ട് ഈ ഒരു ഇതിലേക്ക് കൊണ്ടുവന്നു. നമ്മൾ അതിനെ ഇവിടെ ഇൻപുട്ട് കൊടുത്തു, നമ്മൾ പ്രൊഡിക്ഷൻ ജനറേറ്റ് ചെയ്തു. ആ പ്രഡിക്ഷനെ നമ്മളിവിടെ കോപ്പി ചെയ്തു. നമ്മളിവിടെ കോപ്പി ചെയ്തു. Just ഒന്ന് ആ പ്രഡിക്ഷൻ നമ്മളിവിടെ കോപ്പി ചെയ്തു. ആ പ്രൊഡിക്ഷനോട് കോപ്പി ചെയ്തു. അപ്പൊ ആ പ്രൊഡിക്ഷൻ സക്സസ് ആയി നമുക്കിവിടെ കാണാനായിട്ട് പറ്റും അല്ലെ, ആ പ്രൊഡിക്ഷൻ സക്സസ് ആയി നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോ എന്താണെന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സെലൻസിന്റെ പ്രൊഡിക്ഷൻസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് റിസ്കിൽ, ഒരുപാട് ടെൻഷൻ, ഒരുപാട് സൈക്കോളജിക്കൽ ഇഷ്യൂസ്, അല്ലെങ്കിൽ ഒരുപാട് രീതിയിൽ ഒരു മാർക്കറ്റിന്റെ മൊമെന്റ് ക്യാച്ച് ചെയ്യാൻ പറ്റാതെ, അല്ലെങ്കിൽ എങ്ങോട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് എന്നതും പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ പറ്റാതെ ആയിരിക്കാം അവർ ആ ട്രേഡിംഗിലേക്ക് വരുന്നത്. അപ്പൊ ഇവിടെ വരുന്ന ഒരു മേജർ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഇവിടെ സെലൻസിന്റെ പ്രൊഡിക്ഷൻസ് യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് സെലൻസിന്റെ പ്രൊഡിക്ഷൻസ് യൂസ് ചെയ്ത് എവിടെയാണ് നമുക്ക് എൻട്രി എടുക്കേണ്ടത്, എവിടെയാണ് എക്സിറ്റ് എടുക്കേണ്ടത്, എവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടേണ്ടതെന്നല്ല. അപ്പോ എൻട്രി, എക്സിറ്റ്, സ്റ്റോപ്പ് ലോസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു കോഴ്സ് പ്രോഗ്രാം അവൈലബിൾ ആണ്. അതെ, നമ്മുടെ ഒരു കോഴ്സ് പ്രോഗ്രാം അവൈലബിൾ ആണ്. അതായത് നമുക്ക് എവിടെയാണ് എൻട്രി എടുക്കേണ്ടത്, എവിടെയാണ് എക്സിറ്റ് എടുക്കേണ്ടതെന്നൊക്കെ നമുക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് edu.celents.in എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ, edu.celents.in എന്ന പ്ലാറ്റ്ഫോം നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എവിടെ നിന്ന് എൻട്രി എടുത്തത്. 62-ൽ നിന്നത് 75 വരെ, ഏകദേശം 13 പോയിന്റിന്റെ പ്രോഫിറ്റ് നമുക്ക് വന്നു. നോക്കി എവിടം വരെ പറഞ്ഞ 75 വരെ പോകാൻ നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ 75 വരെ ടച്ച് ചെയ്ത് കണ്ടോ. നമ്മുടെ പ്രൊഡിക്ഷൻസിന്റെ സക്സസ് ആണത്. അതായത് നമ്മൾ ഏറ്റവും ലോവർ പോയിന്റ് ആണ് എടുത്തത്, പക്ഷെ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് 75 വരെ പോകാൻ സാധ്യത എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അത് 75 പോയി ടച്ച് ചെയ്തു. കറക്റ്റ് ആ പോയിന്റ് ഇപ്പൊ ടച്ച് ചെയ്തിട്ട് താഴേക്ക് വരുന്നുണ്ടോ, ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ സംശയം നോക്കാം. നമ്മൾ അവിടെ പറഞ്ഞ പോയിന്റ് എക്സിറ്റ് ലെവൽ പറഞ്ഞത് 76 ആണ്. അപ്പൊ ആ കറക്റ്റ് എക്സാക്ട് ആ പോയിന്റ് ഇപ്പൊ ടച്ച് ചെയ്ത് മാർക്കറ്റ് തിരിച്ചു വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഇപ്പൊ ടച്ച് ചെയ്തിട്ട്, അതാണ് സെലൻസ് പ്രൊഡിക്ഷൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത്രമാത്രം അക്യുറേറ്റ് ആയിട്ടാണ് നമ്മുടെ ഒരു 17 മെമ്പർ ടീം ഫുൾ സ്ട്രിങ്ങിന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. നമ്മുടെ ഈ പറഞ്ഞ പോയിന്റ് വന്ന് ടച്ച് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വന്ന് കാണാൻ പറ്റും. ഈ ഒരു പോയിന്റ് വന്ന് ടച്ച് ചെയ്തതിനു ശേഷം അവിടെ ഒരു റെസിസ്റ്റൻസ് ഫോം ചെയ്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോ സെലക്ട്സ് പ്രൊഡിക്ഷൻസ് യൂസ് ചെയ്യുന്നവർക്ക് നിങ്ങൾ ഇത് ഈ ഒരു ലൈവ് കണ്ടുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പ്രൊഡിക്ഷൻസ് എടുക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രൊഡിക്ഷൻസ് ജനറേറ്റ് ചെയ്യുക. നമ്മുടെ ഇപ്പൊ ഇനി ജനറേറ്റ് ചെയ്യാൻ അറിയില്ല, നിങ്ങൾ പുതിയൊരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. www.selenceprediction.com എന്നാണ് പറയുന്നത്. ഇനി അതിന്റെ കോഴ്സ്